നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ, അതിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് നികുതി വെട്ടിപ്പ്, അതിൻ്റെ ഭാഗമായി വന്ന പരിശോധന, അങ്ങനെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ആദായ നികുതി വകുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. അതല്ലാതെ രാഷ്ട്രീയ ബന്ധങ്ങൾ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു തരത്തിലുള്ള സഹകരണത്തിൻ്റെ കാര്യത്തിലായാലും ഉണ്ട് ഈ പിള്ളയ്ക്ക് എന്ന് കേരളത്തിനകത്തായാലും പുറത്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബിജുവിന് സംശയം തോന്നിയ വിവരങ്ങളുണ്ടോ? ഒന്ന്, ഈ ശ്രീവത്സം ഗ്രൂപ്പും അതിൻ്റെ ഉടമ എം കെ ആർ പിള്ളയുമൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ 8-ാം തീയതി നടന്ന റെയ്ഡിന് ശേഷമാണ്. ഈ റെയ്ഡിൻ്റെ ഒരു റെയ്ഡിന് ശേഷം ആദായ നികുതി വകുപ്പിൻ്റെ ഔദ്യോഗികമായ കണ്ടെത്തലുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഈ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിനിടയിൽ നമുക്കിടയിൽ വന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഇതൊരു ദേശീയ പ്രാധാന്യമുള്ള ദേശീയ സുരക്ഷയുടെ ഒക്കെ അതുമായൊക്കെ ബന്ധപ്പെടുന്ന അതീവ ഗുരുതരമായ ഒരു കേസാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു അതിൻ്റെ ഏറ്റവും ചെറുതായൊരു ചർച്ചകളാണ് ഒരുപക്ഷെ ഇവിടെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏതെങ്കിലും ഒരു ആൾക്ക് കുറേ പൈസ ഉണ്ടാകുന്നു, അപ്പോൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിണിയാളുകളാകാനും അതിൻ്റെ സൗജന്യങ്ങൾ പറ്റാനും ശ്രമിക്കും. അത്തരത്തിൽ ഒരുപക്ഷെ നടക്കുന്നുണ്ടാകാം. പക്ഷേ ദേശീയ തലത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും പണയം വെച്ചുകൊണ്ടുള്ള വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും നൽകുമ്പോൾ നാഗാലാൻഡ് പോലുള്ള എപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് വരുന്നു. അയാൾ അത് വെച്ചൊരു വിപുലമായ സാമ്രാജ്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിൽ നിന്നും അവരൊക്കെ നൽകുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഒരു 3 വസ്തുതകൾ ഈ കേസുമായി എടുക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. കാരണം 2003 കാലയളവിലാണ് ഈ പന്തളം പ്രദേശത്തൊക്കെ ഈ ശ്രീവത്സം എന്ന് പറയുന്ന ഗ്രൂപ്പ് പൊങ്ങി വരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഓരോ വളർച്ചയും എടുക്കുമ്പോൾ വളരെ വലിയ സാമ്പത്തിക വളർച്ചയാണ് പെട്ടെന്നുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, 2011-12 കാലയളവിൽ കൊല്ലത്ത് ഏതാണ്ട് 12 കോടിയോളം രൂപയുടെ ഒരു വസ്തു വാങ്ങാനായി 10 സ്ഥാപനങ്ങളാണ് ഈ എം കെ ആർ പിള്ളയുടെ മകന് ലോണായി നൽകുന്നത്. ഈ 10 സ്ഥാപനങ്ങളും കോഹിമയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ ആദായ നികുതി വകുപ്പ് അവിടെ പരിശോധന നടത്തുമ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു ബേക്കറി ഒഴികെ ബാക്കിയുള്ള 8 സ്ഥാപനങ്ങൾ, ഒരു ബേക്കറിയും ഒരു വ്യക്തിയും ഒഴികെയുള്ള ബാക്കിയുള്ള 8 സ്ഥാപനങ്ങളും വ്യാജമാണെന്നാണ് പറയുന്നത്. അവിടെ പരിശോധന നടത്തുമ്പോൾ ഈ പണം വന്ന സ്ഥാപനങ്ങൾ വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആകെയുള്ള ഒരു കോഹിമയിലെ ഒരു ബേക്കറിയാണ്. ഈ ബേക്കറിയിൽ നേണ്ട 45 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഈ ബേക്കറി ഉടമ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അയാൾക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു ആദിവാസിയായ ഒരു ട്രൈബൽ കോൺട്രാക്ടർ, അവിടെ സർക്കാർ കോൺട്രാക്ട് ചെയ്യുന്ന രക്മ എന്ന് പറയുന്ന TEP രക്മ എന്ന് പറയുന്ന ഒരു ആദിവാസി ഈ ശ്രീവത്സം ഗ്രൂപ്പിൻ്റെ എല്ലാ ഇടപാടുകളിലും പങ്കാളിയാണ്. പ്രധാനമായിട്ടും 2 കമ്പനികൾ ഇവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വൃന്ദാവൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അലാബാസി ബിൽഡേഴ്സ് എന്ന് പറയുന്ന 2 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ. ഈ 2 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളിൽ വൃന്ദാവൻ ബിൽഡേഴ്സ് ഷില്ലോങ്ങിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്, മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ് രജിസ്റ്റർ. ഈ 2 കമ്പനികളിലും ഈ എം കെ ആർ പിള്ളയുടെ മക്കൾക്കൊപ്പം ഈ TEP രക്മ എന്ന് പറഞ്ഞ ആദിവാസി ഡയറക്ടറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മണിമുറ്റം ഫൈനാൻസിൽ ഇടക്കാലത്ത് 2015 ഈ രക്മ ഡയറക്ടറായി വന്നിട്ടുണ്ട്. അങ്ങനെ പരസ്യമായ തെളിവുകൾ, അതായത് കോടിക്കണക്കിന് രൂപ ഒഴുകിയതിൻ്റെ തെളിവുകളാണ് ഈ റെയ്ഡിൽ ആദായ നികുതി വകുപ്പിന് കിട്ടിയിരിക്കുന്നത്. ഈ കമ്പനികളുടെ വിശദാംശങ്ങൾ നമ്മൾ വെബ്സൈറ്റിലൊക്കെ പരിശോധിക്കുമ്പോൾ ഈ രക്മയുടെ സാന്നിധ്യം കാണാം. ഈ രക്മയെ ദിനാപൂരിൽ വെച്ചുകൊണ്ട് ആദായ നികുതി ഉദ്യോഗസ്ഥർ വളരെ വിശദമായി ചോദ്യം ചെയ്തു. അദ്ദേഹം ആദായ നികുതിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഈ പിള്ളയും മക്കളും കൊടുത്ത പേപ്പറുകളിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത്, ബാക്കിയൊന്നും തനിക്ക് അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു ഫ്ലോ ഒരുപക്ഷെ സമീപകാലത്ത് ആദായ നികുതി വകുപ്പ് പരിശോധിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നാഗാലാൻഡിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ ഒരു പണത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാകാനിടയില്ല. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ കേന്ദ്ര സഹായമാണ്.
കാരണം വിഘടനവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കൊടുക്കുന്നത്. അതിനെ മറയാക്കി അത് ഒരുപക്ഷെ ആ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ അഴിമതി പണമായിട്ടാണ് ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് കോടി രൂപ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ ബിജുവിലേക്ക് വരാം. ശ്രീ PK വിജയകുമാർ, ഇവിടെ ഈ 8-ാം തീയതിയാണ് ഇങ്ങനെ ഒരു റെയ്ഡ്. അതിനു മുൻപ് ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിൽ ഇവർ 50 കോടിയുടെ ഈ പറയുന്ന നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്നു. അതിൻ്റെ കണക്കുകൾ നൽകാമെന്ന് പറയുന്നു. അവിടെ മുതൽ ദേശീയ ഏജൻസികൾ ഇവർക്ക് മേലൊരു നിരീക്ഷണ കണ്ണുവയ്ക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങൾ അവർ നടത്തുന്നു. അത് പിന്നെ റെയ്ഡിലേക്ക് എത്തുന്നു. ഇതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണോ ഇതിൻ്റെ നിജസ്ഥിതി? ഇവിടെ ബിജു പറഞ്ഞു 2003 മുതൽ തുടങ്ങിയതാണിത്. കണ്ണടച്ചു തുറക്കും മുമ്പ് അതിവേഗം പല സ്ഥലങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ചത്. അപ്പോൾ ഈ ഒരു നോട്ട് നിരോധനത്തിൻ്റെ മാത്രം ഘട്ടത്തിൽ മറ്റ് നിവൃത്തിയില്ലാതെ ഇവരുടെ വരവ് ചെലവ് കണക്കിലെ കൃത്രിമം സ്വയം സമ്മതിച്ച ഒരു ദൗർബല്യം ഉള്ള നിമിഷത്തിൽ നിന്നുകൊണ്ടാണോ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ ഒരു തുമ്പ് കിട്ടേണ്ടത്? അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? തീർച്ചയായും അല്ല. ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ആദായനികുതി വകുപ്പ് വളരെ മുൻപ് തന്നെ നിരീക്ഷണം നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ ഒരു ആദായനികുതി റെയ്ഡ് നടത്താൻ സാധിക്കുള്ളൂ. 50 കോടി രൂപ IDS പ്രകാരം ഡിസ്ക്ലോസ് ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല ഈ ഗ്രൂപ്പിനെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. മറ്റ് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആദായനികുതി വകുപ്പിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറി റെയ്ഡ് നടത്തി. അതിനുശേഷമാണ് ഇവിടെ നാഗാലാൻഡിലെ ഒരു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസിനെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അതിന് ശ്രീ ബിജു പങ്കജ് പറഞ്ഞ പോലെ വളരെ വലിയ റാമിഫിക്കേഷൻസ് ഉണ്ട്. ഇൻസർജൻസി ഓപ്പറേഷന് ആയിരക്കണക്കിന് കോടികൾ രൂപയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് എത്തിക്കുന്നത്. അതൊന്നും ആ തക്കതായിട്ടുള്ള സ്കീമുകളിൽ എത്താതെ പല ബ്യൂറോക്രാറ്റിക് ലെവലിലും മിസ്അപ്രോപ്രിയേഷൻ നടക്കുകയാണ്. അതിൽ ഒരാളായിരിക്കാം ശ്രീ പിള്ള. പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ നമുക്ക് ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം 50 കോടി ഡിസ്ക്ലോസ് ചെയ്തു എന്നത് തന്നെ വളരെ സംശയാസ്പദമായൊരു സംഗതിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെ 50 കോടി ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിച്ചു? അദ്ദേഹത്തിന് എല്ലാ ബെനിഫിറ്റും റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയത് ചേർത്താൽ ഒരു 25-30 ലക്ഷം മാത്രമേ വരികയുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യക്തി 50 കോടി ഡിസ്ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വളരെ ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തിയത് അതുകൊണ്ട് മാത്രമായിരിക്കില്ല. ഈ ശ്രീവത്സം ഗ്രൂപ്പ് ഈ അടുത്ത കാലത്ത് ഏകദേശം ബിജു പറഞ്ഞ പോലെ 2003 മുതൽ വളരെ അഭൂതപൂർവമായ വളർച്ചയാണ് അവർ തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ ഗുരുവായൂരിൽ വളരെ വലിയ ഒരു കല്യാണ മണ്ഡപം പണിതിട്ടുണ്ട്. അതിൻ്റെ ഓണർ ആരാണെന്ന് ഈ അടുത്ത കാലം വരെ ആർക്കും അറിയില്ലായിരുന്നു. ഈ റെയ്ഡിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ രാജവത്സം എന്ന് പറഞ്ഞ വിവാഹ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമസ്ഥത വഹിക്കുന്നത് എന്ന വിവരം പുറത്തേക്ക് അറിഞ്ഞത്. ശരി, ഇവിടെ ഒരു രാജേന്ദ്രൻ പിള്ള, ഭാര്യ വനജ, അരുൺ രാജ്, വരുൺ രാജ് 2 മക്കൾ, പിന്നെ ഇപ്പോൾ ഇന്ന് റെയ്ഡ് നടന്നു ഹരിപ്പാട് തന്നെയുള്ള രാധാമണി എന്ന സ്ത്രീയുടെ വീട്ടിൽ. ഇത്രയും ആളുകളിലേക്ക് ഇത് ചുരുങ്ങുമോ? അങ്ങനെ ചുരുങ്ങാൻ കഴിയാത്ത തരത്തിലാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കിടക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞു 25-30 ലക്ഷം രൂപ പരമാവധി ഈ പറയുന്ന സർവീസ് കാലം ശേഷം അദ്ദേഹത്തിന് കൈവശമുണ്ടാകാം. പക്ഷേ ഇത് 1000 കോടിയോളം വരുമെന്നാണ് ഏറ്റവും ഒടുവിലെ കണക്ക്. ആദ്യം 50 കോടി സമ്മതിച്ചു, പിന്നെ 100 കോടി കൊടുക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ വിലപേശൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഇവരിലേക്ക് മാത്രമായി ഒതുങ്ങാനുള്ള ഒരു താല്പര്യം എന്തായാലും ഈ പ്രതികൾ കാട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കുക എന്നത്. അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ഇത് പോയാൽ ഇദ്ദേഹം ഒരു ബിനാമിയാണ്, കേന്ദ്ര ഫണ്ടിൻ്റെ ദുർവിനിയോഗമാണ്, അതും രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്റ്റേറ്റ് എന്നത് നാഗാലാൻഡ് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം പോലെയല്ല, അതൊരു ഗോത്ര സംസ്ഥാനമാണ്. അതിൻ്റെ സത്തയ്ക്ക് തന്നെ നിരക്കാത്ത തരത്തിലുള്ള കൊടും അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അതൊരു പിള്ളയിലേക്ക് മാത്രമായി അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങൾ ഈ പറയുന്ന തരത്തിൽ കണക്കുകൾ ബോധിപ്പിച്ചില്ല എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പീനലായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് മാത്രമായി 2 പേർക്കും, ഈ അന്വേഷണ ഏജൻസിക്കും ഈ ബന്ധപ്പെട്ട പ്രതികൾക്കും പരസ്പരം ഒരു ധാരണയിലെത്താൻ കഴിയുന്ന തലത്തിലെത്തിയാൽ ഇത് അവസാനിക്കുമോ അവിടെ? ഇല്ല, അങ്ങനെ ഒരു ധാരണയിൽ എത്തില്ലല്ലോ. തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിവരം മറ്റ് ഏജൻസികളെ അറിയിക്കും.
അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ആ മറ്റ് CBI പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിക്കും, അറിയിക്കും. അതുപോലെ അഴിമതി ഇൻവോൾവ് ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നാഗാലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. നാഗാലാൻഡിലെ വിജിലൻസാണ് നോക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ കൂടി അദ്ദേഹത്തിന് ഇതേപോലെയുള്ള ആസ്തികളെല്ലാം ഉള്ളതുകൊണ്ട് മിക്കവാറും CBI പോലെയുള്ള ഒരു ഏജൻസി ഈ അഴിമതിയുടെ മറ്റു മാനങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇദ്ദേഹം സമ്പാദിച്ച അവിഹിത സ്വത്തിന് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർന്നു എന്നൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കാരണം അത്രയും അധികം അദ്ദേഹം ഓൾറെഡി 50 കോടി ഡിസ്ക്ലോസ് ചെയ്തു. അത് വോളണ്ടറി ഡിസ്ക്ലോഷറാണ്, അതിന് പെനാൽറ്റി ഇല്ല. ഇനി 100 കോടി അദ്ദേഹം ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം അതിലും വളരെ വളരെ കൂടുതലാണ്. പിന്നെ മറ്റുള്ള ആളുകളുടെ ബെനാമിയാണോ എന്നുള്ളത് അന്വേഷണത്തിൽ നിന്ന് മാത്രമേ തെളിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരിക്കലും അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കില്ല. അത് പിടിച്ചെടുത്ത രേഖകൾ അത് വിശദമായി പരിശോധിക്കണം. ആ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറ്റ് രാഷ്ട്രീയക്കാർക്കോ മറ്റ് ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ മറ്റ് ബ്യൂറോക്രാറ്റ്സിനോ, ഇപ്പോൾ നാഗാലാൻഡിലുള്ള മറ്റ് ബ്യൂറോക്രാറ്റ്സിനും ഇതിൽ പങ്കുണ്ടായിരിക്കാം, നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. ശ്രീ വിജയകുമാർ, ഇതിപ്പോ മഹാബുദ്ധിയൊന്നും വേണ്ട. ഇപ്പൊ ബിജു തന്നെ പറയുകയുണ്ടായല്ലോ, ഷെൽ കമ്പനികളാണ് മുഴുവൻ നടന്നിരിക്കുന്ന തട്ടിപ്പാണ്. പക്ഷേ ഇത് ഈ രൂപത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിന്റെ നാരായ വേരിലേക്ക് ഇതിന്റെ അന്വേഷണം പോകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഇത് അന്വേഷിക്കേണ്ടത് നാഗാലാൻഡിലെ വിജിലൻസ് ആണ് എന്ന്. അവിടുത്തെ DGP പറഞ്ഞതറിയാമല്ലോ. DGP പറഞ്ഞത് ഇദ്ദേഹം ഒരു കരാറിൽ മാത്രം അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അപ്പോൾ അകലം പാലിക്കുകയാണ് അവിടുത്തെ സംവിധാനങ്ങളെല്ലാം. ഇങ്ങനെ അകലം പാലിക്കുക വഴി എന്താണ് ചെയ്യുന്നത്? ഇദ്ദേഹത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ല, ഇദ്ദേഹത്തിൽ നിന്ന് ബാക്കി കണ്ണികളിലേക്ക് ഇത് അന്വേഷണം പോകാതിരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എത്രമാത്രം പ്രതീക്ഷയോടെ കാണാൻ കഴിയും ഇത് തീർച്ചയായും മറ്റ് വ്യക്തികളിലേക്കും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ശക്തന്മാരിലേക്കും പോകുമെന്ന്? അല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അന്വേഷണം തീർച്ചയായും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിക്കും, അതിന് യാതൊരു സംശയമില്ല. അതിനുശേഷം ഈ കൺക്ലൂഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിക്കും. പിന്നെ മറ്റ് അന്വേഷണങ്ങൾ നടത്തേണ്ടത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല. പക്ഷെ തീർച്ചയായും ഒറ്റ കാര്യം കൂടി ഇവിടെ നാം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പേറോളിൽ ഉണ്ടായിരുന്നുവെന്ന രേഖകൾ, ഇതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കുറിപ്പുകൾ, ഇതൊക്കെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ഇത് ഗൗരവത്തിലെടുക്കുകയേ വേണ്ട, ഇത്തരം കീറക്കടലാസുകളുടെ അടിസ്ഥാനത്തിലല്ല പ്രധാനമന്ത്രിയെ പോലെ ഔന്നത്യമുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ അന്വേഷണം നടത്തേണ്ടത് എന്ന്. അപ്പോൾ കേമന്മാരുടെ പേര് വിവരങ്ങൾ എവിടെയെങ്കിലും ഈ രേഖകളിൽ ഉണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിക്ക് ഗുണകരമായതുപോലെ താഴെ നിരയിലുള്ള ബാക്കിയുള്ള പ്രമുഖന്മാർക്കൊക്കെ സഹായകരമാകുമോ? അല്ല, വെറും ഒരു ഡയറി നോട്ടിങ്ങിന്റെ മാത്രം വെളിച്ചത്തിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കാൻ സാധിക്കില്ല. വെറും ഒരു ഡയറി നോട്ടിന്റെ വെളിച്ചത്തിലുള്ള തീരുമാനമായിരുന്നു ജയിൻ ഹവാല അന്വേഷണം. അത്തരത്തിലുള്ള അന്വേഷണം ഈ കേസിൽ നടക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വഴിക്കാൻ, നമുക്ക് ബിജുവും വിജയകുമാറും പറയുന്നത് അതിൻ്റെ മറ്റൊരു വശമാണ്, വളരെ ഗൗരവമുള്ള വശവുമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് രാഷ്ട്രീയ ചർച്ചയുടെ ഒരു ഘട്ടം കൂടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ശ്രീ വാഴക്കൻ, TJ ആഞ്ചലോസിനെ ഒരു മാതൃകാ പൊതുപ്രവർത്തകനായി താങ്കൾ കാണണം. താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന ആദരണീയനായ അവരെല്ലാ തവണയും ഹരിപ്പാട് CPI ചെന്നിത്തലയ്ക്കെതിരെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്, നിരന്തരം തോൽക്കുകയുമാണ്. എന്നിട്ട് പോലും രാഷ്ട്രീയമായി ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ ആരോപണങ്ങൾ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മങ്ങലേൽപ്പിക്കാതെ എത്ര മാതൃകാപരമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രീ വാഴക്കൻ. എന്നിട്ടാണോ താങ്കൾ ശ്രീ ആഞ്ചലോസിൻ്റെ ഈ രാഷ്ട്രീയ ശുദ്ധിയെ, ഈ നല്ല മനസ്സിനെ താങ്കൾ വിമർശിക്കുന്നത്? ഞാൻ അദ്ദേഹം ശുദ്ധനാണെന്നും ശുദ്ധിയുള്ളവനാണെന്നുമാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നാൻ തുടങ്ങി. ഏതെങ്കിലും ആട്ടെ, CPI അല്ലായിരുന്നു എല്ലാ കാലത്തും പിന്നെ ഹരിപ്പാട് മത്സരിക്കുന്നത്, അവിടെ CPM ആയിരുന്നു. ഇത്തവണയാണ് CPI അത് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് CPM അങ്ങനെ നിരന്തരമായി CPI തോറ്റുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ല. ഇന്ന് ഇവിടെ ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള നിരവധി സ്റ്റോറികളുണ്ട്. അതിനകത്താണ് എഴുതിയിട്ടുള്ളത് ഹരിപ്പാട്
നിയോജക ഹരിപ്പാട്ടെ പിന്നെ CPIയുടെ ഏരിയ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വൻതുക ഇവരോട് പിരിവ് ചോദിക്കുകയും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളിൽ CPM ഇടപെടുകയും അങ്ങനെ CPMൻ്റെ കാർത്തികേയൻ എന്ന് പറയുന്ന ഇവരുടെ പ്രധാനപ്പെട്ട സ്ഥലക്കച്ചവടത്തിൻ്റെ ബ്രോക്കറായി നിൽക്കുന്ന അല്ലെങ്കിൽ